കണ്ണ് തുറന്നപ്പോ ഒക്കെ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ വന്നപ്പം വീട്ടിൽ മുന്നിലിരിക്കുന്ന ആളുകളെയൊക്കെ മനസ്സിലാകുമായിരുന്നു, പേരൻസിനെയൊക്കെ? അതെനിക്കിപ്പോൾ ഓർമ്മയില്ല മനസ്സിലാവുമില്ലായിരുന്നു. കാര്യം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡോക്ടർ മെഡിക്കൽ ട്രസ്റ്റുകാർ പറഞ്ഞത് ഐ വിൽ കം ബാക്ക് ടു ലൈഫ്, ബട്ട് ഈതർ വൺ സൈഡ് പാരലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് പേരൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മെമ്മറി പോയിട്ടായിരിക്കും എന്നാണ് ഡോക്ടേഴ്സും മമ്മിയോട് പറഞ്ഞത്. അറൗണ്ട് 6 to 8 months എടുത്ത് ഞാൻ കംപ്ലീറ്റ്ലി നോർമലായി വരാം. ഞാൻ ഇനീഷ്യലി എഴുതാൻ മറന്നു, ബിക്കോസ് എൻ്റെ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം, എനിക്ക് പെൻസിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ABCD. പക്ഷേ ഇപ്പോൾ ഫാമിലി ഫോട്ടോസ് ആൽബം ഒക്കെ കാണുമ്പം ചിലവരെ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, ചില ഇൻസിഡൻസ് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ടിൽ ടുഡേ ഇപ്പോഴും വീട്ടിൽ ചെന്നിട്ട് ആൽബം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതാരാ, ഇതെന്താ, അവർ പറയുന്ന സിറ്റുവേഷൻസ് ഒന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. എനിക്കിപ്പോഴും ടിൽ ടുഡേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഐ ഹാവൻറ്റ് അക്സെപ്റ്റഡ് ഇറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള, ഡൈനയെ എപ്പോഴും ബോദർ ചെയ്യുന്ന ഒരു കാര്യം എന്താ? എന്നെ ബോദർ ചെയ്യുന്നത്, എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ഹെഡ് ഏക്സ് വരും. ലൈക്ക് എനിക്കിപ്പോൾ കുറേ സ്ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെഡ് ഏക്സ് വരും. പിന്നെ എനിക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അതായത് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ തന്നെ പകുതി കാര്യങ്ങൾ മറന്നിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ പകുതി ഞാൻ മറന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്കിതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഓർത്തോർത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒക്കെ പറയുന്ന ഒരു വലിയൊരു ഡ്രോബാക്കാണ്. സോ ഇപ്പം തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും, ഇപ്പം തന്നെ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇറ്റ്സ് ഓൾ ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ ഇതെങ്ങനെയാണത്, ഇറ്റ് ജസ്റ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഡൈന May 16th തിരിച്ച് വന്നിട്ടുണ്ട് ലൈഫിൽ. ഡോക്ടർ പറഞ്ഞു ഐ വിൽ ബി പാരലൈസ്ഡ്, അല്ലെങ്കിൽ എനിക്ക് മറവി ഫുൾ 100% ഉണ്ടാകുന്നു. പക്ഷെ നോ, ഐ ആം ഹിയർ വിത്ത് ഫുൾ സ്ട്രെങ്ത്, ഫുൾ പവർ. ലൈക്ക് എനിക്ക് കൈക്കൊരു പ്രശ്നമില്ല, കാലിനൊരു പ്രശ്നമില്ല. ഐ ക്യാൻ ഡു എവറിത്തിങ് ബൈ മൈ സെൽഫ്. അത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ ഇഫ് ഐ ആം ബാക്ക് ടു ലൈഫ്, ദാറ്റ് മീൻസ് എന്തോ ഒരു റീസൺ ഉണ്ട്, ഒരു പേർപ്പസ് ഉണ്ടാവും. സോ ഐ ഷുഡ് വർക്ക് ഫോർ ഇറ്റ്.